ഹായ് ഫ്രണ്ട്സ്, സ്വപ്നസഞ്ചാരിയിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തെ ഇന്ന് ഞാനുള്ളത് നമ്മൾ വേളാങ്കണ്ണിയിലാണ്. വേളാങ്കണ്ണിയിൽ നിന്ന് പാമ്പം പാലം രാമേശ്വരത്തേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളുമാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് എത്തും വരെ കാണുക. ഇന്ന് മൂന്നാം ദിവസമാണ്. മൂന്നാം ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ വേളാങ്കണ്ണിയിൽ നിന്ന് രാമേശ്വരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ പാമ്പം പാലമാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഈ കാണുന്ന കംപ്ലീറ്റ് മുള്ളാണ്, ഫോറസ്റ്റാണ് കേട്ടോ, കംപ്ലീറ്റ് ഫോറസ്റ്റാണ്. പിന്നെ കാണാനായിട്ട് നല്ല അടിപൊളിയാണ്. നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ നന്നായിട്ട് മഴ പെയ്യുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിലോട്ടൊക്കെ വിളിച്ചപ്പോൾ ഭയങ്കര മഴയാണെന്ന് അറിയുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കും. അടിപൊളിയാണ്, ഭയങ്കര വേനലാണ്. ഗ്ലാസ് താത്തിട്ട് നമുക്ക് കാർ ഓടിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ, അത്രയ്ക്ക് കാറ്റും ചൂടുമാണ്. AC ഇട്ട് മാത്രമേ നമുക്ക് വണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരെ രാമനാഥപുരത്തെത്തി. ഇവിടെ നിന്ന് ഒറ്റ വഴിയേ ഉള്ളൂ നമുക്ക് ധനുഷ്കോടി രാമേശ്വരത്തേക്ക്. ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ കൃഷി ചെയ്ത് കൊണ്ടുപോയിക്കുന്ന സലാഡ് വെള്ളരിക്കുണ്ട്. അപ്പോൾ അതും ഞാൻ എന്തായാലും 1 കിലോ മേടിച്ചിട്ടുണ്ട്. അത് മേടിച്ച് കഴിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോവുകയാണ്, രാമേശ്വരം പിടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നല്ല തിരക്കുണ്ട്. ഈ രാമനാഥപുരത്ത് ഫുഡ് കഴിക്കാനൊക്കെയുള്ള നല്ല തിരക്കുണ്ട്. അപ്പോൾ പെട്രോൾ ഏകദേശം ഫ്യൂല് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇവിടെ മഴ പെയ്തിട്ട് കാലങ്ങളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെട്രോൾ ഫില്ലാക്കിയിട്ടുണ്ട്. കുറച്ച് നേരം ഇത്രയും ദൂരം ഓടി വന്നതുകൊണ്ട് കുറച്ച് നേരം വണ്ടി തണുക്കാനായിട്ട് അവിടെ ഒതുക്കിയിട്ടിരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അടുത്ത് ട്രാവൽ തുടങ്ങാൻ കേട്ടോ. അപ്പോൾ പാമ്പം പാലമാണ്. പാമ്പം പാലത്തിൻ്റെ ഒരു ഇവിടെ നിന്ന് തുടങ്ങിയാണ് കേട്ടോ. ഇവിടെ നിന്ന് തുടങ്ങിയിട്ടും പാമ്പം പാലം അപ്പുറ സൈഡിൽ കൊണ്ടിട്ടിട്ട് നമുക്ക് എന്തായാലും തിരിച്ച് നടന്നൊന്ന് വീഡിയോ എടുക്കാം. കാരണം ഇവിടെ ഒതുക്കാനായിട്ടുള്ള സൗകര്യമില്ല. പോലീസ് വന്ന് തിരിച്ചൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ ഈ പാലത്തിൻ്റെ മറു സൈഡിൽ കൊണ്ടിടാനായിട്ട് പോവുകയാണ് കേട്ടോ. മറു സൈഡിൽ കൊണ്ടിട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് വന്ന് പാമ്പം പാലത്തിൻ്റെ ഫുൾ കാഴ്ചകൾ നമുക്ക് പകർത്തണം. അപ്പോൾ നേരെ ഞാൻ മറു സൈഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ആ ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഒരുപാട് പോകുന്നുണ്ട്. ഇവിടെ വണ്ടികളൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും പോവുകയാണ്. അപ്പോൾ ഇവിടെ ചൂണ്ടക്കാരൊക്കെ സജീവമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൂണ്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. തിരികെ വരുമ്പോൾ മീൻ വല്ലതും കിട്ടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ പാലത്തിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. അടിപൊളിയാണ്. പഴയ പാലം ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പുതിയ പാലത്തിൻ്റെ വർക്ക് നല്ല പുരോഗതിയിൽ നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി നടന്നു വന്നപ്പോൾ ഇവിടെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. ഇതെന്താ പേരെന്നൊന്നും അറിയില്ല. പല്ലൊക്കെ ഉണ്ട് കേട്ടോ, ഫുള്ള് പല്ലൊക്കെ ഉണ്ട്. ഇതിന് ജീവനുണ്ട്, ജീവനില്ലാത്തതല്ല. പിടിച്ചിപ്പോൾ കരയിൽ വെച്ചതേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ചെവള കണ്ടില്ലേ ഇരുന്ന് പതയ്ക്കുന്നത്. അപ്പോൾ അത് ഇരുന്ന് ജീവനുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കണ്ടിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇത് ഏകദേശം നല്ല സൈസുള്ള മീനാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, പാലത്തിൻ്റെ ഒരു വ്യൂ കാണാനായിട്ട് അടിപൊളിയാണ്. സൂര്യാസ്തമയമാണ്. അപ്പോൾ അടിപൊളിയാണ് ഇവിടുന്ന് കാണാനായിട്ടുള്ള ലുക്ക് കേട്ടോ. ഞാൻ പാലത്തിൻ്റെ അങ്ങോട്ട് നടന്ന് പോവുകയാണ് ഇനി കുറച്ച് ദൂരം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഈ ഷെഡുകളൊക്കെ കാണുന്ന പാലം വർക്ക് കിടക്കുന്നതിൻ്റെ ആൾക്കാർ താമസിക്കുന്ന ഷെഡാണ് കേട്ടോ. കംപ്ലീറ്റ് ഇങ്ങനെ പണിയാണ് നടക്കുന്നത്. ഞാനൊരു 5 വർഷം മുമ്പ് ഈ രാമേശ്വരം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളുമായിരുന്നു. ഫില്ലർ നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഇവിടെ കുറച്ച് ദൂരം കഴിഞ്ഞ് പാലം ഫില്ലാവാനുള്ളൂ. പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. അതായത് നമ്മുടെ ആ ഒരു പാമ്പം പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പൽ വരുമ്പോൾ പൊങ്ങി കൊടുക്കാൻ കണക്കിനുള്ള ഒരു ബ്രിഡ്ജുള്ള സംവിധാനമാണ്. അപ്പോൾ പുതിയ പാലത്തിലും അതേപോലെ ചെയ്യുകയാണ് കേട്ടോ. കണ്ടില്ലേ പഴയ പാലം ഇതോടുകൂടി ഒരു സ്മാരകമായി തീരും. പൊളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിങ്ങനെ നിലനിർത്തുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇപ്പോൾ പഴയ പാലത്തിൽ കൂടെ ഇപ്പോൾ ട്രെയിനൊന്നും വരത്തില്ല. ഇവിടെ ക്ലോസ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇപ്പോൾ വമ്പം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ കൊണ്ട് വർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ പാമ്പം പാലം. അപ്പം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ കടൽപ്പാലമാണ് ഈ പാമ്പം പാലം. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും വന്നോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനെന്തായാലും ഒരിക്കൽ വന്ന് ഇവിടെ എല്ലാം പൂർണ്ണമായിട്ടും കണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഭയങ്കര എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ രാമേശ്വരം. കാര്യം വന്നതിൽ ഒരിക്കൽ കൂടി വരണമെന്ന് വിചാരിച്ച ഒരേ ഒരു സ്ഥലമുണ്ടെങ്കിൽ ഇത് പാമ്പം പാലവും ധനുഷ്കോടിയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകൾ ഇത് മറു സൈഡാണ്. ബോട്ടുകൾ കണ്ടില്ലേ, മത്സ്യബന്ധനത്തിനുള്ള ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ദ്വീപാണ്, ഭയങ്കര സെറ്റപ്പാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. നമുക്ക് എവിടെ നോക്കിയാലും കടലാണ് കാണാൻ പറ്റുന്ന രാമേശ്വരം ചെറിയൊരു ദ്വീപ് പോലത്തെ ഒരു പട്ടണമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും ഞാൻ പാമ്പം പാലത്തിൻ്റെ കാഴ്ചകൾ കണ്ട് നേരെ തിരികെ രാമേശ്വരത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഇനി അങ്ങോട്ട് പോകുമ്പോഴുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് വലത് സൈഡ് കടൽ, ഇടത് സൈഡ് കടൽ. അതായത് രണ്ടായിട്ടാണ്. ബംഗാൾ ഉൾക്കടലും അറബിക്കടലുമാണ് നിങ്ങൾ ഈ കാണുന്ന 2 സൈഡിലായിട്ട്. പിന്നെ ഇവിടെ കുറച്ചൊക്കെ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ വർക്കുകളും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ഇത്തിരി സന്ധ്യയായി കഴിഞ്ഞു. എനിക്ക് റൂം ഇവിടെയാണ് കേട്ടോ. ഇവിടുത്തെ റൂം എടുത്തിട്ട് നമുക്ക് എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ ഇപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇവിടെ നിന്ന് രാവിലെ രാമേശ്വരം ധനുഷ്കോടിയൊക്കെ കാണാൻ പോകണം. അപ്പോൾ ഈ വീഡിയോയുടെ കാഴ്ചകളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, രാമേശ്വരം ക്ഷേത്രത്തിലെത്താറായി. ഞാൻ APJ അബ്ദുൽ കലാമിൻ്റെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാമ്പം പാലമാണ് കണ്ടു കഴിഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ
നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. നാളത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഈ അബ്ദുൽ കലാമിൻ്റെ മ്യൂസിയം, ഇവിടെ നിന്ന് ധനുഷ്കോടി ഒരു വേൾഡ് തന്നെയാണ്. അടിപൊളിയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതൊക്കെയാണ് നാളത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.